പ്രോജക്റ്റ് വണ്ടേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2010 വരെയുള്ള കാലഘട്ടങ്ങളിൽ ബ്രാൻഡഡും അസംബിൾ ചെയ്തതുമായ സ്റ്റീരിയോ മ്യൂസിക് സിസ്റ്റങ്ങളുടെ ഒരു കാലഘട്ടമായിരുന്നു. പിന്നീടാണ് 3D ഓഡിയോയും 5.1 ഹോം തിയേറ്ററുകളും ഒക്കെ കൂടുതൽ പ്രചാരത്തിലേക്ക് വന്നത്. എന്നിരുന്നാലും മ്യൂസിക് കറക്റ്റായിട്ട് ആസ്വദിക്കണമെങ്കിൽ, മ്യൂസിക്കിൻ്റെ ആ ഒരു ഫീൽ കറക്റ്റായിട്ട് ലഭിക്കണമെങ്കിൽ സ്റ്റീരിയോ സിസ്റ്റങ്ങളിൽ നിന്ന് മാത്രമേ ലഭിക്കൂ എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഇന്നത്തെ വീഡിയോയിൽ ഒരു ട്രാൻസിസ്റ്റർ സ്റ്റീരിയോ ആംപ്ലിഫയറിൻ്റെ മേക്കിംഗ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ പൂർണ്ണമായി കാണുക, നിങ്ങൾക്കും ഇതുപോലൊന്ന് സ്വന്തമായി നിർമ്മിച്ചെടുക്കാൻ സാധിക്കും. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങളുടെ കമൻസും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഇതിനാവശ്യമായ സ്പെയർ പാർട്സ് ഒന്ന് പറയാം. സ്പീക്കർ കണക്ടർ, RCA സോക്കറ്റ്, 3-വേ ഫിൽറ്റർ സ്വിച്ച്, കൂളിംഗ് ഫാൻ, ബക്ക് കൺവേർട്ടർ, ഫ്യൂസ് ഹോൾഡർ, ഓൺ ഓഫ് സ്വിച്ച്, ബോട്ടം പുഷ്, കൺട്രോൾ നോബ്സ്, അസംബ്ലിംഗ് സ്ക്രൂ പാക്ക്, 1 ആംപിയർ ഫ്യൂസ്, LED വിത്ത് 1K റെസിസ്റ്റർ, USB മോഡ്യൂള്, AC മെയിൻസ് കോഡ്, ആംപ്ലിഫയർ ബോർഡ്, 12012 4 ആംപിയർ ട്രാൻസ്ഫോമർ, പിന്നെ ഒരു ക്യാബിനും. ഇത്രയും ഐറ്റംസാണ് ഇതിൻ്റെ അസംബ്ലിങ്ങിനായി നമുക്ക് ആവശ്യമുള്ളത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ട്രാൻസ്ഫോമറും ബോർഡുകളും കറക്റ്റായി ക്യാബിനിൽ വെച്ചിട്ട് ഇതുപോലുള്ള ഒരു മാർക്കർ ഉപയോഗിച്ച് ഇതിൻ്റെ എല്ലാം സ്ക്രൂ ചെയ്യുന്നതിനുള്ള ഹോളുകൾ മാർക്ക് ചെയ്യുക. ഇനി ഈ മാർക്ക് ചെയ്ത പോയിന്റുകളിൽ എല്ലാം ഹോൾസ് ഇടാം. ഇനി ഈ ബോട്ടം പുഷുകൾ ക്യാബിൻ്റെ 4 സൈഡിലും ഇതുപോലെ കൊടുക്കാം. ഇത് ആദ്യമേ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. അസംബ്ലിങ്ങിന് ശേഷം ബോർഡുകൾക്കിടയിലൂടെ ഇത് ചെയ്യുന്നത് പ്രയാസമായിരിക്കും. ഇതൊരു 12 വോൾട്ട് കൂളിംഗ് ഫാനാണ്. പുറത്തേക്ക് എയർ വരുന്ന രീതിയിൽ ഇതുപോലെ ക്യാബിനിലേക്ക് സെറ്റ് ചെയ്യുക. ഫ്യൂസ് ഹോൾഡറും ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി സ്പീക്കർ ടെർമിനൽ കണക്ട് ചെയ്യാം. ഒരു ടെർമിനലിൻ്റെ ആവശ്യമേ നമുക്കുള്ളൂ. ക്യാബിനിൽ 2 എണ്ണത്തിനുള്ള പ്രൊവിഷനുണ്ട്. ഒന്നിൽ മാത്രം കണക്ഷൻ കൊടുത്താൽ മതിയാകും. അതും ഇതുപോലെ സെറ്റ് ചെയ്യുക. ഇനി ഫിൽറ്റർ സ്വിച്ചാണ് കണക്ട് ചെയ്യേണ്ടത്. ആദ്യം ഇതുപോലെ 2 നട്ട് ബോൾട്ടുകൾ സെറ്റ് ചെയ്യുക. സ്വിച്ചിലേക്ക് നോബുകൾ ഇട്ടതിന് ശേഷം നട്ട് ബോൾട്ടിലേക്ക് സ്വിച്ച് ഇതുപോലെ ഇറക്കി വെച്ച് ടൈറ്റ് ചെയ്യാം. ഇനി ട്രാൻസ്ഫോമറാണ് സെറ്റ് ചെയ്യേണ്ടത്. ട്രാൻസ്ഫോമർ വയ്ക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഔട്ട്പുട്ട് വയറുകൾ ക്യാബിൻ്റെ അകത്തേക്ക് വരുന്ന രീതിയിൽ വേണം സെറ്റ് ചെയ്യാൻ. ഇല്ലെങ്കിൽ പവർ സപ്ലൈ ബോർഡിലേക്ക് കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഇനി സ്പീക്കർ ടെർമിനലിൽ നിന്നും ലെഫ്റ്റ് റൈറ്റ് സ്പീക്കറിനുള്ള വയറുകൾ ഇതുപോലെ സോൾഡർ ചെയ്തെടുക്കാം. ഇതിനോടൊപ്പം സ്ലീവ് കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഇതിലുപയോഗിക്കുന്ന ആംപ്ലിഫയർ ബോർഡ്. 2N3773 മെറ്റൽ ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫുൾ സെറ്റ് ആംപ്ലിഫയറാണിത്. ഈ ബോർഡിൽ ബാസ് ട്രെബിൾ സർക്യൂട്ടും പവർ സപ്ലൈ സെക്ഷനും കൺട്രോൾസും എല്ലാം ചേർന്നാണ് വരുന്നത്. ഒരു മിനി ഹീറ്റ് സിങ്കും ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗമാണ് ബാസ് ട്രെബിൾ സെക്ഷൻ. ഇത് രണ്ടും ആംപ്ലിഫയറിൻ്റെ ഭാഗങ്ങളാണ്. ഇവിടെയാണ് പവർ സപ്ലൈ സെക്ഷൻ. 12 വോൾട്ട് മുതൽ 24 വോൾട്ട് വരെ ഇതിൽ സപ്ലൈ നൽകാവുന്നതാണ്. മാക്സിമം 18-0-18 കൊടുക്കുന്നതാണ് നല്ലത്. ട്രാൻസിസ്റ്ററിൻ്റെ ലൈഫ് കുറച്ചുകൂടെ കിട്ടും. നമ്മളിവിടെ 12012 4 ആംപിയർ ട്രാൻസ്ഫോമറാണ് ഉപയോഗിക്കുന്നത്. ഒരു 5 വോൾട്ട് റെഗുലേറ്റേഴ്സ് കൂടെ ഇതിൽ നൽകിയിട്ടുണ്ട്. USB മോഡ്യൂളിന് വേണ്ട പവർ സപ്ലൈ ഇതിൽ നിന്നും ലഭിക്കും. ബാസ് ട്രെബിൾ വോളിയം ബാലൻസ് കൺട്രോൾസ് എല്ലാം
PCBിൽ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. കൺട്രോൾസ് എല്ലാം ഓൾറെഡി കണക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് വളരെ കുറച്ച് മാത്രം വയറിംഗ് കൊണ്ട് ഈ ആംപ്ലിഫയർ ചെയ്തെടുക്കാൻ സാധിക്കും. ഇനി ഈ ബോർഡിലേക്കുള്ള കണക്ഷൻസ് നൽകാം. ആദ്യം ഓഡിയോ ഇൻപുട്ട് ചെയ്യാം. ഞാനിവിടെ 3 വയറുകൾ എടുത്തിട്ടുണ്ട്. ഇത് ലെഫ്റ്റ് ഓഡിയോ, ഇത് റൈറ്റ്, ഇത് ഗ്രൗണ്ടും ആയാണ് കണക്ട് ചെയ്യേണ്ടത്. ഈ 2 പോയിൻറ്റുകളാണ് ഇതിൻ്റെ ഓഡിയോ ഇൻപുട്ട്. മറുവശത്ത് അത് നോട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇതുപോലെ സോൾഡർ ചെയ്യുക. നടുവിലത്തെ വയർ നെഗറ്റീവിലേക്കും ഇതുപോലെ കണക്ട് ചെയ്യുക. ഈ 3 കണക്ഷനുകളാണ് സ്വിച്ച് വഴി USB-യിലേക്ക് കണക്ട് ചെയ്യേണ്ടത്. ഇനി വേണ്ടത് USB-യിലേക്കുള്ള പവർ സപ്ലൈ ആണ്. ഇതാണ് റെഗുലേറ്റർ IC-യുടെ 3 പിന്നുകൾ. IC-യുടെ ഔട്ട്പുട്ട് ഇവിടെയാണ്. ഇവിടെ നിന്നും ഈ നെഗറ്റീവും ഈ പോസിറ്റീവുമാണ് USB-ക്ക് സപ്ലൈ ആയി നൽകേണ്ടത്. ബ്ലാക്ക് ഇവിടെ നെഗറ്റീവിലും റെഡ് 5 വോൾട്ട് ഇവിടെയും കണക്ട് ചെയ്യാം. ഈ വയറിലാണ് USB ബോർഡിലേക്കുള്ള 5 വോൾട്ട് സപ്ലൈ. ഓക്കെ, അതും കഴിഞ്ഞു. ഇനി കൂളിംഗ് ഫാൻ വേണ്ട 12 വോൾട്ട് പവർ സപ്ലൈ ആണ് വേണ്ടത്. റെക്ടിഫയറിന് ശേഷം 12 വോൾട്ട് പോസിറ്റീവ് വരുന്നത് ഈ പോയിന്റിലാണ്. ഇവിടെ നിന്ന് +12ഉം ഇതാണ് ഗ്രൗണ്ട്. ഗ്രൗണ്ട് എന്ന് വെച്ചാൽ നെഗറ്റീവ്. അത് ഈ സർക്യൂട്ടിലെല്ലാം കോമൺ ആയിരിക്കും. റെഡ് വയർ പോസിറ്റീവിലും ഓറഞ്ച് വയർ നെഗറ്റീവിലും ഇതുപോലെ കണക്ട് ചെയ്തെടുക്കാം. ഇനി സ്പീക്കർ ഔട്ട്പുട്ടാണ് എടുക്കേണ്ടത്. ബോർഡിൽ മാർക്ക് ചെയ്തിരിക്കുന്ന പോയിന്റുകളിൽ നിന്നും ഇതുപോലെ സ്പീക്കർ ഔട്ട്പുട്ടുകൾ രണ്ടും സോൾഡർ ചെയ്തെടുക്കുക. വീഡിയോ ഫോളോ ചെയ്യുക. ഇനി ട്രാൻസ്ഫോമറാണ് കണക്ട് ചെയ്യേണ്ടത്. ബോർഡിൽ കാണിച്ചിരിക്കുന്ന ഈ 3 പോയിന്റുകളിലാണ് കണക്ട് ചെയ്യേണ്ടത്. ഇവിടെ ഇത് 0 വോൾട്ട്, ഇത് രണ്ടും 12 വോൾട്ട് AC. ട്രാൻസ്ഫോമറിലും ഇതുപോലെ ഇത് 0 വോൾട്ടും ഇത് 12 വോൾട്ട് AC ആണ്. ആദ്യം 0 വോൾട്ട് ഇതുപോലെ കണക്ട് ചെയ്യാം. ഈ AC ലൈനുകൾ പരസ്പരം മാറിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. 0 ലൈൻ അത് കറക്റ്റായി തന്നെ കൊടുക്കുക. വീഡിയോ ഫോളോ ചെയ്യുക. ഇപ്പോൾ പവർ സപ്ലൈയും ചെയ്തു കഴിഞ്ഞു. ഇത് USB-ക്കുള്ള 5 വോൾട്ട് സപ്ലൈ, ഇത് കൂളിംഗ് ഫാനിലേക്കുള്ള 12 വോൾട്ട് സപ്ലൈ. ഇത്രയും വയറിംഗ് മാത്രമാണ് ഈ ബോർഡിൽ ചെയ്യേണ്ടതുള്ളൂ. ഇനി ബോർഡ് ക്യാബിനിലേക്ക് സ്ക്രൂ ചെയ്യാം. ബോർഡ് നന്നായി സെറ്റായിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പാനൽ അറ്റാച്ച് ചെയ്യാം. എല്ലാ കൺട്രോൾസിൻ്റെയും ഈ കാണുന്ന ഭാഗം മുറിച്ചു മാറ്റിയതിന് ശേഷം പാനലിലേക്ക് അതാതിൻ്റെ സ്ഥാനത്ത് ഇതുപോലെ സെറ്റ് ചെയ്യുക. ട്രാൻസ്ഫോമറിന് സപ്ലൈ നൽകുന്നതിനായി സ്വിച്ചിലേക്ക് 4 വയറുകൾ ഇതുപോലെ സോൾഡർ ചെയ്തെടുക്കുക. റെഡ് വയർ നേരെ ട്രാൻസ്ഫോമറിൻ്റെ AC ഇൻപുട്ടിലേക്കും യെല്ലോ വയറുകൾ ഫ്യൂസിന് ശേഷം മെയിൻസ് കോഡിലേക്കും കണക്ട് ചെയ്യുക. വീഡിയോ ഫോളോ ചെയ്യുക. ഒരു 1 ആംപിയർ ഫ്യൂസ് കൂടെ ഇട്ട് കൊടുക്കുക. ഇനി കണക്ട് ചെയ്യേണ്ടത് ഈ കൂളിംഗ് ഫാനാണ്. അതിനായി ഒരു ബക്ക് കൺവെർട്ടർ ഉപയോഗിക്കുന്നുണ്ട്. 12 വോൾട്ട് നേരിട്ട് ഫാനിലേക്ക് കൊടുത്താൽ ഫാനിൻ്റെ സ്പീഡ് മൂലം സൗണ്ട് ഉണ്ടാകും. അതുകൊണ്ട് ഫാനിലേക്കുള്ള വോൾട്ടേജ് കുറയ്ക്കാൻ വേണ്ടിയാണ് ഇവിടെ ബക്ക് കൺവെർട്ടർ ഉപയോഗിക്കുന്നത്. ഇവിടെ ഇൻപുട്ട് സപ്ലൈ കൊടുക്കുക. ഔട്ട്പുട്ട് എടുക്കേണ്ടത് ഇവിടെ നിന്നാണ്. ഈ കാണുന്ന പ്രീസെറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഔട്ട്പുട്ട് വോൾട്ടേജ് ക്രമീകരിക്കാവുന്നതാണ്. 8 വോൾട്ടിലാണ് ഞാൻ ഔട്ട്പുട്ട് ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ബോർഡിൽ നിന്നും വരുന്ന 12 വോൾട്ട് പവർ സപ്ലൈ ഇൻപുട്ടായി ഇവിടെ കൊടുക്കുക. ബോർഡിൽ നിന്ന് വരുന്ന പോസിറ്റീവ് ഇൻപുട്ട്, ഇത് നെഗറ്റീവ്. ഫാനിൽ നിന്നും വരുന്ന വയറുകൾ ഇതുപോലെ ഔട്ട്പുട്ടിൽ കണക്ട് ചെയ്തു. ഇനി ഇത് ക്യാബിനിലേക്ക് സെറ്റ് ചെയ്യാം.
ഇനി USB പാനലാണ് കണക്ട് ചെയ്യേണ്ടത്. ഇതാണ് 5 വോൾട്ട് പവർ സപ്ലൈ പോയിന്റ്. ഇത് ഓഡിയോ ലെഫ്റ്റ് റൈറ്റ് ഔട്ട്പുട്ട്. റെഗുലേറ്റർ ICയിൽ നിന്നും വരുന്ന 5 വോൾട്ട് പവർ സപ്ലൈ USB-യിൽ ഇതുപോലെ കറക്റ്റായി കണക്ട് ചെയ്യുക. ഇനി ഫ്രണ്ട് പാനലിലേക്ക് മോഡ്യൂൾ സെറ്റ് ചെയ്യാം. ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ട് വയറുകളാണിത്. ഇത് രണ്ടും ലെഫ്റ്റ് റൈറ്റ് ഓഡിയോയും നടുക്കുള്ളത് നെഗറ്റീവുമാണ്. USB പാനലിലും അതുപോലെ തന്നെ നടുക്കുള്ളത് നെഗറ്റീവും മറ്റ് രണ്ടെണ്ണം ലെഫ്റ്റ് റൈറ്റ് ഓഡിയോ ഔട്ടുമാണ്. ഇത് തമ്മിൽ അതാത് വയറുകൾ ജോയിൻ ചെയ്താൽ USB മാത്രമായി ഇത് വർക്കാവും. 2 ഓക്സ് ഇൻപുട്ട് കൂടെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വയറുകൾ ഒരു സ്വിച്ച് വഴി കണക്ട് ചെയ്യാം. ആംപ്ലിഫയറിൻ്റെ ലെഫ്റ്റ് ഇൻപുട്ട് വയർ വീഡിയോയിൽ കാണുന്ന പോലെ ഓരോ സ്വിച്ചിൻ്റെയും നടുവിലുള്ള പോയിന്റുകളിൽ ഇതുപോലെ പാരലായി കണക്ട് ചെയ്യുക. റൈറ്റ് സൈഡും അതുപോലെ തന്നെ സ്വിച്ചിൻ്റെ എതിർ ദിശയിലുള്ള നടുവിലത്തെ പോയിന്റിൽ ആദ്യം ചെയ്തതുപോലെ തന്നെ കണക്ട് ചെയ്യുക. ഈ ബ്ലൂ കളർ വയർ നെഗറ്റീവാണ്. അത് പിന്നീട് കണക്ട് ചെയ്യാം. RCA സർക്യൂട്ടിലെ ഗ്രൗണ്ടുകളെല്ലാം ഇതുപോലെ ഒരുമിച്ച് സോൾഡർ ചെയ്യുക. ഓരോ സോഴ്സിൻ്റെയും ഇൻപുട്ട് കൂടി സോൾഡർ ചെയ്തെടുക്കാം. നെഗറ്റീവ് ഇവിടെ കണക്ട് ചെയ്യുക. USB-യിൽ നിന്ന് വരുന്ന ലെഫ്റ്റ് റൈറ്റ് ഓഡിയോ സ്വിച്ചിൻ്റെ ഈ പോയിന്റിലേക്ക് ഇങ്ങനെ സോൾഡർ ചെയ്യാം. RCA സോക്കറ്റിൽ നിന്ന് വരുന്ന കണക്ഷനുകൾ സ്വിച്ചിലേക്ക് ഇതുപോലെ സോൾഡർ ചെയ്യുക. വീഡിയോ ഫോളോ ചെയ്യുക. 3 നെഗറ്റീവ് വയറുകളും ഒരുമിച്ച് ജോയിൻ ചെയ്യുക. അതിനുശേഷം RCA സോക്കറ്റ് ക്യാബിനിലേക്ക് സ്ക്രൂ ചെയ്യാം. ഇൻഡിക്കേറ്ററിന് വേണ്ടി ഒരു 1K റെസിസ്റ്റർ LED-യിലേക്ക് ഇതുപോലെ സോൾഡർ ചെയ്ത് പവർ സപ്ലൈ കണക്ട് ചെയ്യാം. ഗ്രൗണ്ടിങ്ങിന് വേണ്ടി ഒരു വയർ കൂടെ നെഗറ്റീവിലേക്ക് സോൾഡർ ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ മറ്റേ അറ്റം ബോഡിയിലേക്ക് ഇതുപോലെ സോൾഡർ ചെയ്യുക. സബിൻ്റെ സ്ഥാനത്ത് ഒരു ഡമ്മി കൺട്രോൾ ഇടാം. ഇനി എല്ലാ കൺട്രോൾ നോബുകളും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്റ്റീരിയോ ആമ്പിൻ്റെ എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ സൗണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ കമൻസും അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.